ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ ദൈവവചന സന്ദേശം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ പ്രഭാതവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു തിരുവചനം ഞാൻ വായിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ദൈവവചനത്തിൽ വളരെ ശക്തവും വ്യക്തവുമായ ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. താൻ പ്രസ്താവിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് താൻ ജീവിച്ചിരുന്നില്ലെങ്കിലും അത് നിറവേറുമെന്ന് വ്യക്തമായൊരു ഉറപ്പ് ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവിനുണ്ടായിരുന്നു. ഒരിക്കൽ D.L. മൂഡി ഇപ്രകാരം പറയുകയുണ്ടായി: ദൈവത്തിൻ്റെ ഭണ്ഡാരം സമുദ്രം പോലെയും ദൈവം അത് നൽകിത്തരുന്നത് ഒരു കൈത്തോട് പോലെയും ഒരു ചെറിയ അരുവി പോലെയും. നമ്മുടെ ആവശ്യങ്ങൾക്ക് അധികമായി തരാതെ ആവശ്യത്തിന് മാത്രം തന്ന് നമ്മളെ എന്നും ദൈവമുഖം നോക്കുവാൻ പ്രാപ്തനാക്കുന്ന ഒരനുഭവമാണ് നമ്മുടെ ദൈവത്തിനുള്ളത്. നോക്കൂ, സമൃദ്ധി തന്നിട്ട് നശിച്ചുപോയ എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരിക്കൽ കർത്താവിൻ്റെ ദാസൻ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. തൻ്റെ അനാഥശാലയുടെ നടത്തിപ്പിന് വേണ്ടി ആ ദിവസത്തെ ഭക്ഷണത്തിനായിട്ട് പണമില്ലാതെ താൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പോസ്റ്റ്മാൻ അവിടെ വന്നു, ഒരു പോസ്റ്റ് കൊടുത്തു, ലെറ്റർ കൊടുത്തു. തൻ്റെ ഭാര്യ തൻ്റെ പ്രാർത്ഥനയിൽ ശല്യം ചെയ്യണ്ട എന്ന് കരുതി താൻ ആ മുട്ടുകുത്തി നിൽക്കുന്ന ടേബിളിൽ അവിടെ വച്ചേച്ച് താൻ പിന്തിരിഞ്ഞു പോയി. പ്രാർത്ഥന കഴിഞ്ഞ് D.L. മൂഡി തുറന്നു നോക്കുമ്പോൾ താൻ എത്രയാണോ അന്നത്തെ ഭക്ഷണത്തിന് ആവശ്യമുണ്ട് എന്ന് ദൈവത്തോട് പറഞ്ഞത്, ആ 10 പൗണ്ടിൽ അധികമില്ല, 10 പൗണ്ടേ ഉള്ളൂ. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥന പോലെയാണ്. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. പ്രിയരെ, ഇന്ന് വളരെ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലുമായിരിക്കുന്ന ഏലിയാവെന്ന് പറയുന്ന ശക്തനായ പ്രവാചകൻ തൻ്റെ പ്രവചന ശുശ്രൂഷയിൽ രാജ്യം മുഴുവൻ തന്നെ അറിഞ്ഞു. ആ രാജ്യം മുഴുവൻ അറിഞ്ഞു കഴിയുമ്പോൾ തൻ്റെ ജീവിതത്തിലും ഒരു ക്ഷാമം നേരിടുകയാണ്. കാക്കയുടെ വരവ് നിൽക്കുന്നു, അപ്പവും ഇറച്ചിയും ഇല്ലാതാകുന്നൊരവസരം വരുന്നു, തോട് വറ്റിപ്പോകുന്നു. ഇനി ആരെ ആശ്രയിക്കണം എന്ന് ചിന്തിച്ച് കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ഒരു വിധവയുടെ വീട്ടിലേക്ക്. അവിടെ നാം കേട്ടതുപോലെ വിധവയും കുഞ്ഞും മരണത്തിനായി കാത്തിരിക്കുമ്പോൾ തൻ്റെ ഭക്തനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. എത്ര ശക്തവും വ്യക്തവുമായ ഒരു ദൂതാണ്. ഏലിയാവിനോട് ചോദിച്ചു നോക്കി, ഏലിയാവ് എന്ത് കണ്ടിട്ടാണ് നീ ഇത് പ്രവചിച്ചേ? ഏലിയാവിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകും, എൻ്റെ ദൈവത്തിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇത്രത്തോളം ശക്തന്മാരായ പുരോഹിതന്മാരെ വെട്ടിക്കളയാൻ ഞാൻ വിളിച്ച വിളിയിൽ തീ ഇറങ്ങി എൻ്റെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഞാൻ ഇന്നൊരു അരുളപ്പാട് പ്രസ്താവിക്കുമ്പോൾ എൻ്റെ ദൈവം അത് നിവർത്തിച്ചു തരുവാൻ മതിയായ ദൈവമാണെന്ന് ഏലിയാവിനൊരു ഉറപ്പുണ്ട്. സീദോനിലെ ആ സ്ത്രീയോട് നിങ്ങൾ തിരിഞ്ഞ് സംസാരിച്ച് നോക്കൂ.
മരണം എന്ന ആ ഒരൊറ്റ ചിന്തയോടുകൂടി ഞാൻ ആരാധിച്ചു വന്ന സീദോനിലെ അന്യദൈവങ്ങൾ എൻ്റെ ഉള്ളിൽ മരണത്തിൻ്റെ ഭീതി കയറ്റിവിട്ട, ഇനി മരിക്കാം എന്നുള്ള ചിന്തയോടെ എൻ്റെ ഉള്ളം വേഗതപ്പെടുമ്പോൾ എൻ്റെ വീട്ടിനകത്തേക്ക് വന്ന ഈ ഭക്തൻ എനിക്ക് തന്നത് മരണം എന്ന ആ ശക്തിയെ കീറിക്കളഞ്ഞുകൊണ്ട് ജീവൻ പ്രദാനം ചെയ്യുകയായിരുന്നു. വാസ്തവത്തിൽ യേശു പറഞ്ഞു, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്കായി ജീവനെ നൽകുന്നു. യേശുവാകുന്ന നല്ല ഇടയൻ നമ്മുടെ വീട്ടിൽ വന്നാൽ, നമ്മുടെ കുടുംബത്തിൽ വന്നാൽ, നമ്മുടെ ഭവനത്തിനകത്ത് വന്നാൽ മരണം എന്ന ശക്തി കീറപ്പെടുകയാണ് ചെയ്യുന്നത്. പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. പ്രിയരെ, ഈ പകൽക്കാലം തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്കൊരു വളർച്ചയില്ല എന്ന് വിചാരിച്ച് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സേവിച്ചു വന്ന ഏതൊക്കെയോ ശക്തികൾ നിങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ യേശുവിൻ്റെ ശക്തി നിങ്ങളെ ജീവനിലേക്ക് മടക്കി വരുത്തുകയാണ്. ആ യേശുവിനായിട്ട് ഹൃദയം കൊടുത്തുകൊണ്ട് ഒന്ന് ആത്മാർത്ഥമായിട്ട് വിളിച്ച്, യേശുവേ, എൻ്റെ ഹൃദയത്തിൽ ജീവൻ പകർന്നവനായി സ്തോത്രമെന്ന് പറഞ്ഞേ. ഒരു നാളും നമ്മെ കൈവിടാത്തൊരു ദൈവം, ആര് മറന്നാലും, ഇവൻ പെറ്റ മാതാവ് നമ്മെ മറന്നുപോയാലും മറക്കാത്തൊരു ദൈവം. അതാണ് ഇസ്രായേലിൻ്റെ പരിപാലകൻ. നമുക്ക് വേണ്ടി ഉറങ്ങാതെ, നമുക്ക് വേണ്ടി മയങ്ങാതെ നമ്മെ പരിപാലിക്കുന്ന ഒരു പരിപാലകനായ ദൈവം. വാസ്തവത്തിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തിനാ ആദ്യം ഉണ്ടാക്കുന്ന വട ഏലിയാവിന് കൊണ്ടുവരാൻ പറഞ്ഞേ? ആദ്യമായിട്ടുണ്ടാക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞില്ലേ, ആ കുഞ്ഞിന് കൊടുക്കാനല്ലേ ഏലിയാവ് പറയേണ്ടത്? പക്ഷേ ഏലിയാവ് ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ വചനം അവരെ പഠിപ്പിക്കുകയായിരുന്നു. സംഖ്യാപുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ, ആദ്യത്തെ തരിമാവ് കൊണ്ടുള്ള ഒരു വട ഉദർച്ചാർപ്പണമായി കഴിക്കണം. 21-ാമത്തെ വാക്യം വായിക്കും, ഇങ്ങനെ നിങ്ങൾ തലമുറയായി ആദ്യത്തെ തരിമാവ് കൊണ്ട് യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏലിയാവ് പ്രതിപുരുഷനായി, യഹോവയ്ക്ക് പ്രതിപുരുഷനായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന ആ വീട്ടിൽ ആ സഹോദരിയെ പഠിപ്പിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം ക്ഷാമം മാറി, മരണം മാറി, സമൃദ്ധിയുടെ ജീവൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ വചനത്തെ തള്ളിക്കളയുന്നവരാണെങ്കിൽ, ആ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് യേശുവിനെ റിസീവ് ചെയ്തുകൊണ്ട്, ആ ജീവൻ്റെ ശക്തിയെ ഏറ്റെടുത്തുകൊണ്ട് ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, ആമേൻ, ആയിരിക്കാം സർവശക്തനായ യേശു നമ്മുടെ വീട്ടിൽ വരുമ്പോൾ, പ്രിയമുള്ളവരെ, ക്ഷാമം മാറും, മരണം മാറും, ബന്ധനം അഴിയും, ദൈവപ്രവൃത്തി വെളിപ്പെടും, നാം വചനത്തിലേക്ക് തിരിയും. പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ അതിനായി ഒരുക്കട്ടെ. ഗാഡ് ബ്ലസ് യു.